മാഷേ, ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും കേരളം ഭരിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഇനി വരാൻ പോകുന്ന UDF ആണെന്ന് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏതാണ്ട് ഉറപ്പായി. AK ബാലൻ മാഷ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി കേരളം ഭരിക്കും. മാറാട് പലതിനും ഉണ്ടാവും, പൂത്തുറ പലതും ഉണ്ടാവും, നാദാപുരം പലതും ഉണ്ടാവാം എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഇതിനെതിരെ ആദ്യമായിട്ട് UDFൻ്റെ ഭാഗത്ത് നിന്ന്, കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നു. ആ പ്രതികരണം വന്നിരിക്കുന്നത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശനിൽ നിന്നാണ്. അദ്ദേഹം പറയുന്നത് ഈ പ്രസ്താവന വർഗീയമാണ്. കാരണം പോളണ്ടിനെ കുറിച്ച് പറഞ്ഞു എന്ന് പറയരുത് എന്ന് പറഞ്ഞ പോലെ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചൊന്നും മിണ്ടരുത്. അതുകൊണ്ടാണ് ഹിന്ദുക്കളെ അവിടെ കൂട്ടിക്കൊണ്ടിരിക്കുമ്പോഴും, എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കുമ്പോഴും, റേറ്റിംഗ് കൂട്ടിക്കൊണ്ടിരിക്കുമ്പോഴും ഞങ്ങളൊന്നും ഉണ്ടായിരിക്കും ജമാഅത്തെ ഇസ്ലാമി ഒന്നും പറയാൻ പാടില്ല. ഇത് പ്രസ്താവന വളരെ അപകടകരമാണെന്ന്. കാരണം എന്താ? വലിയ അപകടകരം. അവർക്ക് വേദനയുണ്ടാക്കും ജമാഅത്തെ ഇസ്ലാമിക്ക്. ഈ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് മെയിൻ സ്ട്രീം മുസ്ലിങ്ങൾ പറയുന്നത് എന്താണ്? ഇവന്മാരെ കണ്ട സംസാരിക്കുക പോലും ചെയ്യരുത്. ഒരു മുസ്ലിം എന്നോട് പറഞ്ഞതാണ്, സംസാരിക്കരുത്, ഇവരെ മയ്യത്തടക്കുന്നത് നമ്മുടെ പള്ളികളിൽ പാടില്ല. എത്ര വെറുക്കപ്പെട്ട ആൾക്കാരാണ് ഇവരെന്നാണ് മുസ്ലിങ്ങൾ തന്നെ പറയുന്നത്. പക്ഷേ മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ മുസ്ലിം ഭക്തിയാണ് നമ്മുടെ VD സതീശൻ. എങ്ങനെ ഇരിക്കുന്നു? VD സതീശൻ കോൺഗ്രസിന്റെ നേതാവാണ്. ഒരു കോൺഗ്രസ് നേതാവ്, നമ്മൾ രാഷ്ട്രീയം പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, ഓരോ കാര്യങ്ങളും ഓരോരോ നിലവാരം അനുസരിച്ചാണ് ചെയ്യേണ്ടത്. കോൺഗ്രസിലെ താഴെത്തട്ടിലുള്ള ഒരാൾ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയാൽ നമുക്കതിൽ അഭംഗിയൊന്നും തോന്നുകയില്ല. ഇപ്പൊ ഈ പറയുന്ന വിമർശനാത്മകമായിട്ട് ചർച്ച ചെയ്യുക പോലും ഇല്ല. കാരണം മുഖ്യമന്ത്രി അല്ലല്ലോ പ്രസ്താവന നടത്തിയ, ബാലനല്ലേ. ബാലന്റെ പ്രസ്താവനയ്ക്ക് ബാലന്റെ അതേ റാങ്കിലുള്ള സതീശന്റെ താഴെയുള്ള ഏതെങ്കിലും നേതാവിനെ കൊണ്ട് പ്രതികരിപ്പിച്ചാൽ പോരായിരുന്നു? തീർച്ചയായും. എന്തുകൊണ്ടാണ് സതീശൻ തന്നെ രംഗത്ത് സതീശൻ രംഗത്ത് വന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഗുഡ് ബുക്കിൽ കയറണം. അതായത് ആരെയാണോ ബാലൻ എതിർത്തത് അവരുടെ ഗുഡ് ബുക്കിൽ കയറിയാലേ ഇലക്ഷനിൽ ജയിക്കാൻ പറ്റൂ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മനോഗതം. അങ്ങനെ മനോഗതമുള്ളൊരു വ്യക്തി യഥാർത്ഥത്തിൽ ആ വാക്കിലൂടെ ഇവിടെ അതുണ്ടെന്നല്ലേ സമ്മതിക്കുന്നത്. നിലവിൽ കേരളത്തിൽ വർഗീയതയുണ്ട് എന്ന് അദ്ദേഹം തുറന്ന് സമ്മതിക്കുന്നതിന് തുല്യമല്ലേ ഒരു കക്ഷിയെ കുറിച്ച് ഒരു ചർച്ച നടത്തുമ്പോൾ നിങ്ങൾ മിണ്ടരുത്, നിശബ്ദനായിരിക്കുക എന്ന് പറയുന്നത്? അവരുടെ ഈ മെഗാഫോണായിട്ട് അധപ്പതിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ സതീശന്? സതീശന്റെ രാഷ്ട്രീയം അതാണ്. ഇനി വേറൊരു കാര്യം കൂടെ അദ്ദേഹം ചോദിച്ചു. കാരണം AK ബാലനാണല്ലോ പറഞ്ഞത്, അദ്ദേഹം ഇത്തിരി ജൂനിയർ ആണെന്ന് കണ്ടുകൊണ്ട് തന്നെക്കാളും, ജൂനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പൊസിഷനിൽ അദ്ദേഹം CPM-നെ വെല്ലുവിളിച്ചു, നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ? ഇനി അതൊന്ന് പറഞ്ഞിട്ട് വേണം നമുക്ക് കൂടുതൽ ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കാൻ. അതായത് സതീശൻ ചോദിച്ചു. അത് വേറൊന്നുമല്ല, CPM-നെ വെട്ടിലാക്കാൻ വേണ്ടിയാണ്. കാരണം ഓൾറെഡി ഇപ്പോ രാഷ്ട്രീയത്തിൽ ഒരു ചെറിയ ട്വിസ്റ്റ് ഇതിലൂടെ, ചെറുതെന്നോ വലുതെന്നോ നമുക്ക് വിവക്ഷിക്കാം, ഒരു ട്വിസ്റ്റ് ഇതിൽ കാണുന്നുണ്ട്. അതായത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ശ്രീ ആദരണീയനായ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം ഇതേ കാര്യം പറഞ്ഞപ്പോൾ ഇതേ സംബന്ധിച്ച് CPI വലിയ ഉടക്കുമായിട്ട് ഒക്കെ, CPI മാത്രമല്ല പലരും ഉടക്കുമായി രംഗത്ത് വന്നായിട്ട് എനിക്ക് തോന്നി. പക്ഷേ വെള്ളാപ്പള്ളിയെ ഒറ്റപ്പെടുത്തി അങ്ങനെയാണ് വന്നത്. അപ്പൊ അതേ വാചകം CPM-ന്റെ ഒരു നേതാവാണ് വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത്. അപ്പൊ കാറ്റ് എങ്ങോട്ടാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നു. ഭൂരിപക്ഷ വോട്ടുകളിൽ കണ്ണുവെച്ചുകൊണ്ടുള്ള ശബരിമല വിഷയത്തിൽ ഭൂരിപക്ഷ വോട്ടുകൾ തങ്ങളുടെ പെട്ടിയിൽ വീഴാതിരുന്നാൽ അത് പറനിറയെ അളക്കുവാൻ വേണ്ടി, അതിനെ ആകർഷിക്കുവാനായിട്ട് ഇല്ലേ കെണിവെച്ച് നമ്മൾ കൊണ്ടുവരുന്നത് പോലെ ഇതൊരു ഹിന്ദുക്കൾക്ക് വേണ്ടിയുള്ള ഒരു കെണിയാണ് ഒരുക്കിയിരിക്കുന്നത്. ഞങ്ങൾ മാറാടിനെ കുറിച്ച് പറയേണ്ട സമയത്ത് ഒരക്ഷരം മിണ്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, ഇവരൊക്കെ സ്വന്തം മുന്നണിയിലേക്ക് വരാൻ തയ്യാറാണോന്ന് ചോദിച്ചു നടക്കുന്നതാണ് ശ്രീ ബാലന്റെ പാർട്ടിക്കാർ. അവരെ കിട്ടുകയില്ല എന്ന് ഈ അവസാന നിമിഷത്തിൽ മനസ്സിലായപ്പോൾ, ഇനിയിപ്പോ ഏപ്രിലിനുള്ളിൽ പ്രത്യേകിച്ച് വലിയ ചർച്ചകളൊന്നും നടത്തി ഇവരെ കൊണ്ടുവരാൻ പറ്റുകയില്ലെന്ന് മനസ്സിലായപ്പോൾ, എന്നാൽ പിന്നെ പുകഞ്ഞ പുള്ളി പുറത്ത് നിങ്ങൾ വാ, ഞങ്ങൾ നിങ്ങളുടെ മുതുക് മാന്തിത്തരാം എന്ന് പറയുന്ന പോലത്തെ ഒരു അശ്ലീലമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി വേറൊരു കാര്യം കൂടെ കേട്ടോ മാഷെ, ഞെട്ടരുത്. ബാലനെതിരെ നിയമ നടപടി എടുക്കുമെന്ന്. എന്തായാലും കായികമായിട്ട് നടപടിയെടുക്കാതെ നന്നായി. കൈവെട്ടി, മാഷിന്റെ കൈവെട്ടിയതുപോലെ. നീ ആരാ പറഞ്ഞിരിക്കുന്നതെന്നറിയോ? ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള ഘടകം നിയമ നടപടിക്ക്. എന്താ കാര്യം എന്നറിയോ? ബാലന്റെ പ്രസ്താവന വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ടുള്ളതാണെന്ന് ജമാഅത്തെ ഇസ്ലാമി അഭിപ്രായപ്പെട്ടു. അദ്ദേഹം RSSനെ പറ്റി പറഞ്ഞ ഒരു കുഴപ്പമില്ല, അവിടെ ധ്രുവീകരണം ഇല്ല. പക്ഷെ ജമാഅത്തെ ഇസ്ലാമിൽ
ഉണ്ടാൻ പാടില്ല. മതേതരത്വം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി CPM നടത്തുന്ന വർഗീയ അജണ്ടയുടെ ഭാഗമാണിതെന്നും ജമാഅത്ത്. പാവം മതേതരമായിട്ടൊരു അല്ലേ മതേതരത്വമുള്ള ഒരു സംഘടന. അതെ, അവര് നിയമപരമായിട്ട് നേരിടുമെന്ന് പറഞ്ഞു. നിയമപരമായിട്ട് നേരിടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എലിപ്പെട്ടിയിലേക്ക് എലി ഓടിക്കേറിയിട്ട് ആ താഴെ അങ്ങിട്ടിട്ട് പൂട്ടിയിട്ട് പിന്നെ അയ്യോ കെട്ടുന്ന പോലെ ആയി പോകും. നിയമം എന്ന് പറയുന്ന കോടതിയാണ്. കോടതിയിലേക്ക് ചെല്ലുമ്പോൾ ഈ ഇദ്ദേഹം ബാലൻ പറഞ്ഞ പ്രസ്താവനയിൽ എന്താണ് അവരുടെ കോടതി എന്ന് പറഞ്ഞാൽ ശരീഅത്ത് ആ കോടതിയല്ല. നിയമ നടപടി സ്വീകരിക്കാൻ അവർ പോകുന്നത് ഇന്ത്യൻ ജുഡീഷ്യറിയിലേക്കാണല്ലോ. അവിടെ ചെല്ലുമ്പോൾ ചോദിക്കും ബാലൻ പറഞ്ഞാൽ എന്താണ് ഈ ജുഡീഷ്യലായിട്ട് ഒഫൻസീവായിട്ട് എന്തുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെങ്ങനെ തെളിയിക്കും? ബാലൻജി വക്കീലാണ്. അതെ, അതറിഞ്ഞുകൊണ്ടായിരിക്കുമല്ലോ അദ്ദേഹം പറഞ്ഞത്. എങ്ങനെ തെളിയിക്കും? ഞങ്ങൾ മതേതര കാഴ്ചപ്പാടുള്ളവരാണെന്നും അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ കഴമ്പില്ല, മാറാട് കലാപത്തിൽ ഞങ്ങൾക്ക് യാതൊരു പങ്കുമില്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത ആരിലേക്ക് വരും? അപ്പോ അതെ, ജമാഅത്തെ ഇസ്ലാമിയിലേക്ക് തന്നെ വന്നില്ലേ? അതെ ഇല്ലേ? അതെ. ഇനി കൂടെ അദ്ദേഹം അതിന്റെ കൂടെ പറയുന്നുണ്ട്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് CPM വലിയ രീതിയിൽ പ്രചരിപ്പിച്ച അമീർ ഹസൻ കുഞ്ഞാലിക്കുട്ടി സഖ്യം, അമീർ ഹസൻ കുഞ്ഞാലിക്കുട്ടി സഖ്യം, 3 പേരുടെ സഖ്യം, 3 സംഘടനകളുടെ സഖ്യം, ഹസൻ എന്ന് പറയുന്നത് കോൺഗ്രസ് എന്ന വർഗീയ തിയറിയുടെ തുടർച്ച, കോബി ലീഗ് എന്നൊക്കെ പറയുന്നു, തുടർച്ചയാണിതെന്നും ജമാഅത്തെ ഇസ്ലാമി വിമർശിച്ചു. ഇതാണ് അതേയുണ്ട് ഭൂരിപക്ഷ സമുദായത്തിനിടെ ഇസ്ലാം ഭീതിയും ഇസ്ലാമോഫോബിയ മുസ്ലിം വെറിയും സൃഷ്ടിച്ച് വോട്ട് നേടാനുള്ള അപകടകരമായ തന്ത്രമാണ് CPM പരീക്ഷിക്കുന്നത്. ഹിന്ദു ഫോബിയയ്ക്ക് എന്താ പേരെന്നറിയോ? മതേതരത്വം. ഇത് ഇസ്ലാമോഫോബിയ. അതൊരിക്കലും നമ്മൾ പ്രോത്സാഹിക്കും. മറ്റേ മതേതരത്വം നമ്മൾ ആവോളം പ്രോത്സാഹിക്കണം. കാരണം എന്താ? അത് ഹിന്ദു ഫോബിയയാണല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. രാഷ്ട്രീയമായ വിയോജിപ്പുകൾക്ക് പകരം വംശീയമായ അധിക്ഷേപങ്ങളാണ് ഭരണകക്ഷിയിൽ നിന്നുണ്ടാകുന്നതെന്നും ജമാഅത്തെ ഇസ്ലാമി കുറ്റപ്പെടുത്തി. അവർക്ക് മീഡിയ ഉണ്ട്, ഒരു പ്രിന്റ് മീഡിയ ഉണ്ട്, അതുപോലെ ഒരു വിഷ്വൽ മീഡിയ ഉണ്ട്. സമൂഹത്തിൽ മതപരമായ ഭിന്നിപ്പുണ്ടാക്കി അധികാരം നിലനിർത്താനാണ് CPM ശ്രമിക്കുന്നതെന്നും ഇതിനെതിരെ ശക്തമായ നിയമ പോരാട്ടം നടത്തുമെന്നും ജമാഅത്തെ ഇസ്ലാമി അറിയിച്ചു. സമാധാനാന്തരീക്ഷം തകർക്കുന്ന ഇത്തരം പ്രസ്താവനകൾ ജനാധിപത്യത്തിന് ഭീഷണിയാണ്. ജനാധിപത്യത്തിന് ഭീഷണി എപ്പോഴും മതമാണല്ലോ. അവർ മതപരമായി സംഘടിച്ച് നിൽക്കുന്ന ഒരു പാർട്ടി ജനാധിപത്യത്തെ കുറിച്ചൊക്കെ ഇങ്ങനെ ഉച്ചസ്ഥരം ഉദ്ഘോഷിക്കുന്നത് കേൾക്കുമ്പോൾ വലിയ അതിശയം തോന്നുന്നുണ്ട്. ജനാധിപത്യം എന്താണെന്ന് ഇവർക്ക് അറിയാം എന്നൊക്കെ ഇവർ തന്നെ പറയുന്നുണ്ട്. പ്രവർത്തനത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പൊ ബംഗ്ലാദേശിൽ അവർ മതേതരത്വം. ഇതിനെ ഒരു പിൻ കാഴ്ച നമ്മൾക്കുണ്ട്. അതായത് ഹിന്ദു വോട്ടുകളുടെ ഒരു ഏകീകരണം ഉണ്ടായാൽ അത് CPM-നോ അല്ല എങ്കിൽ BJP-ക്കോ ഗുണം ചെയ്യുമെന്നാണ് ഇവര് ഈ പറയുന്ന ലീഗിനോടൊപ്പം നിൽക്കുന്ന ആൾക്കാരെല്ലാം പഠിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഏകീകരണം കൊണ്ട് UDF അധികാരത്തിലേക്ക് വരികയില്ല. UDF അധികാരത്തിലേക്ക് വരാതിരുന്നാൽ 15ാമത്തെ വർഷവും പിന്നീട് പ്രതിപക്ഷത്തേക്ക് ഇരിക്കേണ്ടി വരും. അപ്പോൾ ഇത്തരം പ്രസ്താവനകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നൊക്കെ പറയുന്നത് ഒരൽപ്പം അതിരുകിടന്ന വാക്കുകളല്ലേ. കാരണം കേരളത്തിൽ എന്തെല്ലാം വർഗീയ പ്രസ്താവന, ഞങ്ങൾക്ക് മതമാണ് 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 പ്രശ്നം, അമ്പലനടയിൽ പച്ചക്ക് കെട്ടിത്തൂക്കിയിട്ട് ഇതൊന്നും എന്താ ഇവർക്ക് നിയമ നടപടി സ്വീകരിക്കേണ്ട കാര്യമായിട്ട് തോന്നിയില്ലേ? അല്ല, അവരുദ്ദേശിക്കുന്നത് ശരീഅത്ത് കോടതിയായിരിക്കും. അത് ശരീഅത്ത് കോടതിയിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട്, രഹസ്യമായിട്ട് ശരീഅത്ത് കോടതി പ്രവർത്തിക്കുന്നു. അവിടെ ഇട്ട് എന്നെ കാണിച്ചു തരാം എന്നുള്ളതായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ബംഗ്ലാദേശി പോലെ അവർക്ക് പേടിയില്ലെന്നേ. അഭിമന്യുവിനെ ആരാ തട്ടിയത്? ഈസി ആയിട്ട് നടക്കുന്നില്ലേ? കോളേജ് ലെക്ചറർ, ഇടുക്കി എന്ന് പറയുന്ന ക്രിസ്ത്യാനികളുടെ കേന്ദ്രം, അവിടെ ഇട്ടല്ലേ കൈവെട്ടിയത് ജോസഫ് മാഷിന്റെ. ആരെയാ പേടി അവർക്ക്? ഒരു കുസലുമില്ല. എവിടെയും അല്ല, അവർ പേടിക്കേണ്ടവരെയൊക്കെ പേടിക്കുന്നുണ്ട്. താടിയുള്ളപ്പനെ പേടിക്കുമെന്ന് പറഞ്ഞ പോലെ തന്നെ ഈ പ്രതികരിക്കുന്ന ആൾക്കാരെ അവർക്ക് പേടിയുണ്ട്. പക്ഷേ ഇപ്പൊ ഇലക്ഷനാ വരുന്നത്. ഇലക്ഷൻ വരുമ്പോ ഈ വാളും ബോംബും കുന്തവും ഒക്കെ മാറ്റിയിട്ട് മതേതരത്വവും ഇതൊക്കെ മേമ്പടിയായിട്ട് ചേർക്കും. ഇതിന്റെ ഒരു കോമ്പിനേഷൻ ആണല്ലോ നമ്മളിവിടെ എല്ലാ പാർട്ടികളും ഉപയോഗിക്കുന്നത്. അപ്പൊ അവരത് ഉപയോഗിക്കുകയാണ്. പക്ഷെ ഇത് ഞങ്ങൾക്ക് ഉപയോഗിക്കാം, നിങ്ങളിതൊന്നും വിളിച്ചു പറയാൻ പാടില്ല. ബാല, നിങ്ങൾ ഇതൊന്നും വിളിച്ചു പറയരുത്, ഇതൊക്കെ ഞങ്ങൾ ചെയ്യട്ടെ, ഞങ്ങൾ അധികാരത്തിലേക്ക് കയറട്ടെ എന്നാണ്. പക്ഷെ ബാലൻ ചിന്തിക്കുന്നത് എന്താ? ഇനിയും ഞങ്ങൾക്ക് അധികാരത്തിൽ ഇരിക്കണമെന്നേ. എന്തേ ഇവരൊക്കെ വന്ന് ഭരിച്ചാലും ഞങ്ങൾ ഭരിച്ചാലും എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? കേരളത്തിലെ ഭരണത്തിൽ എന്താ വ്യത്യാസം? മാഷി, ഇതിലെ ഈ പ്രസ്താവനകളിൽ എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാം തന്നെ വന്നിരിക്കുന്നു. അപ്പൊ അവര് പറയുന്നത് ഞങ്ങൾക്ക് ആഭ്യന്തരം വേണമെന്നുള്ളതാണ്. ഞങ്ങൾ മതേതരവും ജനാധിപത്യവുമാണ്, വർഗീയതയുള്ള CPM ആണ്. എന്ത് തന്നെയാണ് ഇവർ, അവരുടെ പാർട്ടി ഉണ്ടല്ലോ സോളിഡാരിറ്റി. ഞങ്ങൾക്ക് വേണം ആഭ്യന്തരം, ഞങ്ങൾക്ക് ഇവിടെ ചിലരെയൊക്കെ ഒന്ന് കൈകാര്യം ചെയ്യാനുണ്ട്, അതിന് അന്നേക്ക് ഞങ്ങൾ നോക്കിയോളാം. അതിപ്പോ ആഭ്യന്തരം അവർക്ക് കിട്ടണമെന്നില്ല. ആഭ്യന്തരം ആര് ഭരിച്ചാലും
കേരളത്തിൽ അവർക്ക് അനുകൂലമായിട്ട് ഇപ്പൊ കേരളത്തിൽ പച്ച വെളിച്ചം എന്ന് പറഞ്ഞ പോലീസിനിടയ്ക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ളത് CPM ഭരിക്കുന്ന കാലഘട്ടത്തിൽ വന്ന റിപ്പോർട്ടാണ് നടക്കുന്നു. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് അധികാരത്തിലേക്ക് UDF-ന്റെ ഭാഗമായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആഭ്യന്തരമല്ല മൊത്തം കേരളം അവർ ഭരിക്കാവുന്ന രീതിയിൽ അവരുടെ ഇൻഫ്ലുവൻസ് ഉണ്ടാകില്ല. പച്ച വെളിച്ചം കേരളം ആകെ പരക്കട്ടെ മൊത്തം പോലീസിൽ മാത്രമാകുന്ന എന്തിനാ? അതാണ്